യാസറിനായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് വാർത്ത പറയല്ലേ അല്ലെ, പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇയാൾ ലഹരിക്കടിമയാണ് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയാണ്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് SKN, പ്രജിൻ, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി ലഹരിക്ക് അടിമയാണ് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. എവിടെ നിന്നൊക്കെയാണ് ഈ പ്രതിക്ക് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് വന്നുകൊണ്ടിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. ഭാര്യ ഷിബിലയെ യാസർ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഷിബിലയുടെ മാതാപിതാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഇരുവരും ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും വിശദമായിട്ടുള്ള തെളിവെടുപ്പും അനിവാര്യമാണ്. പ്രധാനമായും ഈ സംഭവം നടന്ന ആ വീട്ടിലേക്ക് പ്രതിയെ കൊണ്ടുവരികയും അവിടെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പും അനിവാര്യമാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കും എന്ന കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി ഇവരെ ഷിബിലയെ കൊല്ലാൻ ഉപയോഗിച്ച, അതുപോലെ അവരെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിരുന്നു. അതുപോലെ തന്നെ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെത്തിയിരുന്നു. എന്നിരുന്നാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം, അതായത് നേരത്തെ അമ്മയെ കൊന്ന കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആഷിഖിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഈ യാസർ. ഈ ഇരുവരും അതുപോലെ ഇവരുടെ സുഹൃത്തുക്കളും വലിയ രീതിയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നും വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘത്തോട് നാട്ടുകാരൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. അനുജ.